പ്രണയത്തിനൊരു പ്രായപരിധി അങ്ങനെയുണ്ടോ? എന്റെ പ്രായം വരെ ബാക്കിയുള്ള കൂടുതലുള്ള പ്രായം ഇവരോട് ചോദിച്ചാൽ അറിയാം. മോന്റെ പ്രായത്തിൽ എങ്ങനെ? എനിക്ക് 30. എങ്ങനെ തോന്നുന്നു? നല്ല നന്നായിട്ട് എവിടെ വരെ പോവും? ഒരു ജീവൻ നമ്മുടെ ഒരു അച്ഛൻ പറയും, ആണുങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞ് 5 മിനിറ്റോടെ വയ്ക്കുമെന്ന് പ്രണയം. അപ്പൊ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കും. എന്തായാലും പ്രണയിക്കാമേ. ഇപ്പൊ ആളുകൾ പറയുമല്ലോ, ഈ ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ള നമുക്കുണ്ടായ പ്രണയങ്ങളാണോ അതോ സിനിമയോടാണോ കൂടുതൽ പ്രണയം എന്നൊക്കെ പറയുമ്പോ സാധാരണ സിനിമാക്കാർ കുറച്ച് താത്വികമായിട്ടൊക്കെ പറയും, സിനിമയാണ് എന്റെ ജീവൻ, സിനിമയാണ് എന്റെ ജീവവായു, സിനിമയോടാണ് എനിക്ക് പ്രണയം എന്നൊക്കെ. ശരിക്കും ഒരു ഇഷ്ടമുള്ള സ്ത്രീയാണോ ഇഷ്ടമുള്ള സിനിമയാണോ, ഏതാണ് കൂടുതൽ പ്രണയം തോന്നുന്നത്? അതിപ്പോ നമുക്ക് ഈ പ്രണയം എന്ന് ഉദ്ദേശിക്കുന്നത് അത് സ്ത്രീ പുരുഷ ബന്ധത്തിന് തന്നെയാണ് പ്രണയം എന്നുള്ളതിന് അർത്ഥം വരൂ. ബാക്കിയൊക്കെ നമുക്ക് പാഷൻ, അല്ലെ ഇപ്പൊ ഭക്ഷണത്തോട് നമുക്ക് കൊതി, അല്ലേ, തൊഴിലിനോട് ആത്മാർത്ഥ ഇഷ്ടം. പ്രണയം എന്ന് പറഞ്ഞാൽ വേറൊരു വികാരമല്ലേ, അതൊരു സ്ത്രീ പുരുഷ, അത് ഇണകൾ അല്ലേ എന്നൊക്കെ പറയുന്ന അതിന്റെ ഒരു വേറൊരു അല്ലേ, അങ്ങനെ രീതിയല്ലേ. ചോദിക്കുന്നതായിട്ടൊന്നും ഒന്നും അറിയത്തില്ല. ഈ മധുരമി ജീവിതത്തില് ട്രെയിലറൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇഷ്ടത്തില് ഇന്നസെന്റിന്റെ ഓർമ്മ വന്നു. മറ്റേ കൂട്ടുകാരന് അമിതാവേശമൊക്കെ കൊടുക്കുന്ന, കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഇന്നസെന്റ് വൈബ് കിട്ടുമോ മധുരമി ജീവിതത്തിൽ? ഇത് കൂട്ടുകാരനൊരു കട്ടയ്ക്ക് ഇത് കൊടുക്കുന്ന ഒരാളല്ല, കൂട്ടുകാരൻ ഒരു പാവം മനുഷ്യനാണ്. അദ്ദേഹത്തിന് നമ്മളാൽ കഴിയാവുന്ന ഒരു ഹെൽപ്പും, പിന്നെ ഇവര് രണ്ടുപേരും നല്ല മനുഷ്യരാണ്. അവർക്ക് ചില സാഹചര്യങ്ങൾ ഇപ്പൊ അനുകൂലമാണല്ല, ഇവർക്കൊരു പരസ്പരം ഒരു കൂട്ടാവശ്യമാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, ഇവർ ഒന്നിക്കട്ടെ, ശിഷ്ടകാലം സന്തോഷമായിട്ട് ജീവിക്കട്ടെ, മധുരമീ ജീവിതമാവട്ടെ എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്നു, നല്ലൊരു സുഹൃത്തായിട്ടും കൂടെ വെക്കുന്നു. പിന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, കാരണം എന്റെ തുടക്കകാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള സിദ്ദിഖേട്ടൻ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ട് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതൊരു വലിയ കാര്യമായിട്ട് കരുതുന്നു. പിന്നെ എന്ന് മണിച്ചിത്രത്താഴ് കണ്ടോ അന്ന് മുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വിനയമോ പുള്ളിക്കാരത്തിലൂടെ ഒരു സിനിമ. ക്രഷ് എന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എനിക്ക് ഇപ്പോഴും പറയാമല്ലോ, ധാരാട്ടം എന്ന് പറയുന്ന ഡയലോഗുണ്ട്, എനിക്കൊരു ഇഷ്ടമുണ്ട്, അത് ഞാൻ അകത്തൊരാളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഡയലോഗും. ശരിക്കും മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ലാസ്റ്റ് ഈ ശ്രീദേവി എന്ന് പറഞ്ഞ കഥാപാത്രത്തോട് വന്ന് ലാലേട്ടനോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ മണിച്ചിത്രത്താഴ് അത്രയും വിജയിക്കും. അതാണ് അവസാനം മോളി ബാൽക്കണിയിൽ കൂടെ ഓടി വന്നിട്ടുള്ള നോട്ടവും ആ വണ്ടി പോക്കും എല്ലാം കൂടെ ആയപ്പോ അങ്ങ് അമഞ്ഞു. അപ്പൊ അതൊക്കെ ഇവർ രണ്ടുപേരോടെ വർക്ക് ചെയ്യാൻ പറ്റുമോ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ കോംബോയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതുപോലെ ഡയറക്ടർ മാത്യൂസ് നല്ല ആളാണ്. ക്യാമറ മൊത്തത്തിൽ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് സിദ്ദിഖേട്ടൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. സിദ്ദിഖേട്ട് നല്ല ഹാപ്പി ആണെങ്കിൽ തന്നെ ആ സെറ്റ് നല്ലതായിരിക്കും. കാരണം അല്ലെ പുള്ളിക്ക് ചോറയും. അപ്പൊ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്ന ആളാ, സിദ്ദിഖേട്ട് ഹാപ്പിയാണോ? പിന്നെ അത് നോക്കിയാണ് ബാലൻ എവിടെ വല്ല നിന്നോളൂ, എങ്ങനെയായാലും ഓക്കെയാ. അപ്പൊ അത് ഞാൻ നോക്കുമ്പോ ചേട്ടൻ ഹാപ്പിയാ, പിന്നെ എനിക്ക് എന്ത് ഹാപ്പി കുറവ്. അപ്പം ചോദ്യം എന്നോട് മാത്രമാവുന്നു. ഞാൻ ഈ അടുത്ത് അപ്പാഹാജിയോട് സംസാരിക്കായിരുന്നു. അപ്പാജി പറഞ്ഞത് പണ്ട് ഒരു കൊടൈക്കനാൽ യാത്ര നടത്തായിരുന്നു അപ്പാജി സിദ്ദിഖും കൂടിയിട്ട്. അപ്പൊ പഴനിന്ന് ഈ ബസ് മാറിക്കയറണമല്ലോ. അപ്പൊ അന്ന് ഈ പഴനിക്കുള്ള ബസ് മാറിക്കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു തമിഴൻ ഈ തിരക്കിനുള്ളിൽ ജനാലയിലൂടെ ഒരു പുസ്തകം എടുത്ത് സീറ്റിലിട്ടു. സിദ്ദിഖും അപ്പാജിയും പക്ഷെ ആദ്യം അയാളൊക്കെ മുമ്പ് ബസ്സിലെത്തിയിട്ട് ഇക്ക പുസ്തകം എടുത്തിട്ട് സീറ്റിന്റെ മേലെ കയറ്റി വെച്ചു. അപ്പൊ തമിഴ് വന്ന് ചോദിച്ചു, ഞാനിവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പുസ്തകം കയറ്റി വെച്ചത്. അപ്പൊ സിദ്ദിഖ് തമിഴോട് പറഞ്ഞു, അത് ഞാനിപ്പോ മോളിൽ കയറ്റി വെച്ചില്ലേ, ഞാൻ എനിക്ക് മോളിൽ കയറി ഇരിക്കാമല്ലോ എന്ന്. അപ്പോ അത്രയും സീരിയസ് ഒരു സിറ്റുവേഷനെ പോലും ഈ നർമ്മത്തിന്റെ കാര്യത്തിൽ ഒരു വളരെ ഇന്റലിജന്റ് ആയിട്ട് നയതന്ത്രപരമായിട്ട് ഡീൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് സിനിമേനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, തമാശയിലൂടെ ആളുകളെ ഡീൽ ചെയ്യുന്നത്? അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. സിറ്റുവേഷൻസ് കുറച്ചും കൂടെ ലൈറ്റർ ആക്കാൻ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് പല സിറ്റുവേഷൻസും കുറച്ച് ലൈറ്റർ ആവാനായിട്ടുള്ള അങ്ങനെ സഹായിക്കും. അത് സിനിമയിൽ നിന്നല്ല, മൊത്തത്തിൽ ജീവിതത്തിലാണ് സഹായിക്കുക. സിനിമയിൽ നമ്മൾ ഹ്യൂമറസ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ഇംപ്രവൈസ് ചെയ്ത് ആ സിനിമയിൽ തമാശ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ, കാരണം ഞാൻ വന്നത് അത്തരം സിനിമകളിലൂടെയാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ആ സിനിമയെ അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. ഒരു ഹ്യൂമറസ് സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറെ കൂടെ നർമ്മം വരുന്ന സംഭാഷണങ്ങൾ എങ്ങനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ കൊണ്ടും കൊടുത്തും അങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ കൊണ്ടുവരാനൊക്കെ അത്തരം ഒരു
ഒരു സെൻസ് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ആ സെൻസ് എനിക്ക് കൂടുതൽ വന്നത് എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നതിന് ശേഷമാണ്. കാരണം ഞാൻ ഇടപെട്ടിരുന്ന ആളുകളൊക്കെ അങ്ങനെയാണ്, അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ അവരുടെ കൂടെയാണ് ഞാൻ വളർന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനൊരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയാൻ പറ്റുന്നൊരു സ്വഭാവം വന്നത് സിനിമയിൽ വന്നതിന് ശേഷം. അതിനു മുമ്പ് ഞാൻ അത്ര അങ്ങനെ പറഞ്ഞായിട്ട് എനിക്ക് തോന്നില്ല. എന്നാലും ഇപ്പൊ ഈ അപഹാജ പറഞ്ഞ ഇൻസിഡന്റ് ഒക്കെ എന്റെ സിനിമയിൽ തുടക്കകാലത്താണ്. അങ്ങനെ ചില സമയത്തൊക്കെ ചില തമാശകളൊക്കെ ഞാൻ ഈ ആത്മകഥ വായിച്ചപ്പോ ഭയങ്കരമായിട്ട് രസിച്ച ഒരു സന്ദർഭമുണ്ട്. അതായത് സീരിയലുകളിൽ തുടർച്ചയായി അഭിനയിച്ചതിന് ശേഷം ഒരു വീണ്ടും ചില വീട്ടുകാരികളിൽ എത്താൻ, ഒരു സീരിയലിൽ അഭിനയിച്ച കാരണം എത്താൻ വൈകിപ്പോയി. അപ്പൊ സത്യനിധി ചോദിക്കണം, നീ വരാത്തത് കാരണം ഒരുപാട് ഡിലേ വന്നു. അപ്പൊ അദ്ദേഹത്തിനോട് പറയാണ്, എന്നെ നിങ്ങൾ വിളിച്ചാലല്ലേ എനിക്ക് സിനിമയിൽ ഒന്ന് അഭിനയിക്കാൻ പറ്റുള്ളൂ, ഞാൻ അതുകൊണ്ടാണ് സീരിയലിൽ അഭിനയിക്കുന്നത്, അതുകൊണ്ടാണ് പടം ഡിലേ ആയത്. അപ്പൊ അതിനൊരു വല്ലാത്ത ബുദ്ധി ഉണ്ട് അതിനകത്ത്. ഇത് സിനിമ നിലനിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഞാൻ പറയില്ല നിലനിൽപ്പിനേക്കാളും ഇപ്പൊ അതിനു മുമ്പ് ഇപ്പൊ ജന്മാന്തരം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു ലെങ്തി ഷോർട്ട് അഭിനയിക്കണം. അതിനകത്ത് കുറച്ചൊരു ലെങ്തി ഡയലോഗുകളും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സീൻ. അപ്പൊ ഈ തമ്പി കണ്ണന്താനം അന്നൊക്കെ പൊതുവെ സംവിധായകരും കുറച്ച് ദേഷ്യക്കാരാണ്. തമ്പി കണ്ണന്താനം സംവിധായകൻ, വില്യംസ് ക്യാമറമാൻ, അയാൾക്ക് നമ്മൾ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയാലും ഇഷ്ടമല്ലാത്ത ആളാണ്. എന്നിട്ട് അതായത് അദ്ദേഹം ജീവിച്ചിട്ടില്ല എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ 15-20 പഞ്ചൊക്കെ ഉള്ള ചില ഫൈറ്റൊക്കെ ചില മാസ്റ്റേഴ്സ് കമ്പോസ് ചെയ്യും. അപ്പൊ നമ്മൾ വന്ന് ഒരാളെ ഇടിച്ച് അയാൾ വീണ് അയാളുടെ മേലെ കൂടെ മറിഞ്ഞ് വേറൊരു സ്ഥലത്ത് ചെന്ന് വേറൊരു മേശയുടെ മുകളിൽ ചാടിക്കറി അവിടെ നിന്ന് ഒരാളെ ഇടിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് കമ്പോസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ നോക്കി പിന്നെ റിഹേഴ്സൽസ് ചെയ്യും. 3 റിഹേഴ്സൽ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് എക്സോസ്റ്റഡ് ആവും. എന്നിട്ട് ഇതെല്ലാം ചാടി കഴിഞ്ഞ് ഈ പഞ്ച് കഴിയുമ്പോഴേക്കും 15 പഞ്ചോ 20 പഞ്ചുണ്ടാവും. അത് കഴിഞ്ഞ് അത് ഓക്കെ ആയി കഴിയുമ്പോൾ എല്ലാവരും കൈയടിക്കും. ഈ ഫൈറ്റേഴ്സും ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് കൈയടി. ഉടനെ ക്യാമറമാൻ ഇയാൾ പറയും 1 more. വേറെ ഒന്നുമല്ല, ഒരു മിസ്റ്റേക്കും ഉണ്ടാവില്ല. പക്ഷെ അന്ന് ഈ മോണിറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇയാൾ 1 more പറഞ്ഞാൽ എടുത്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ. അതിനൊക്കെ ഒരു സാലിസം ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഈ തമ്പി കണ്ണന്താനൊക്കെ ഭയങ്കര ഒരു, പിന്നെ എന്നെ കൊണ്ടുവന്ന ആളാണ്, സിനിമയിൽ കൊണ്ടുവന്നതാണ്, എന്നെ വഴക്ക് പറയാൻ ഭയങ്കര സ്വാതന്ത്ര്യമുള്ള ആളാണ്. അപ്പൊ ഒരിക്കലൊരു ജന്മാന്തരത്തിലൊരു സീൻ അഭിനയിക്കുമ്പം കുറച്ച് ലെങ്തി ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തെറ്റിപ്പോയി. അങ്ങനെ അത് തെറ്റി. അപ്പൊ കട്ട് എടുക്കാം, സെക്കൻഡ് ടേക്ക് എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരല്പം ഉറക്കെ, ഇതങ്ങ് പഠിച്ചിട്ട് അത് ഈ ഫസ്റ്റ് ടേക്കിൽ അങ്ങ് ഓക്കെ ആക്കാൻ പറ്റില്ല അല്ലേ? ഞാൻ ഇല്ല, സെക്കൻഡ് ടേക്ക് ഓക്കെ ആക്കാനാണ് എന്റെ യോഗം. അപ്പൊ പുള്ളി അങ്ങോട്ട് ചിരിച്ചങ്ങ് വിടും. അത് അങ്ങനെ ചിലപ്പോ എന്തെങ്കിലും പറയാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്. പല നമ്മള് വെട്ടാൻ വരുന്ന പോത്തിനോട് നമ്മൾ തമാശ ഓതിയാൽ ചിലപ്പോ ആ പോത്ത് കേൾക്കും, വേറെ ഏതായിരുന്നാണ് നമ്മൾ തമാശാണി പറയുന്നെങ്കിൽ ചിലപ്പോ ആ പോത്ത് ചിരിച്ചിട്ട് അങ്ങ് പോകും. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഒത്തിട്ടുണ്ട്. അത് മുമ്പ് ആരെ പറയും, നമ്മൾ പറയും ഞാൻ തമാശയല്ല കാര്യം പറയാന്ന് പറയില്ലേ, തമാശയും കാര്യമാണ്. അപ്പൊ പൊതുവെ പറയുന്നത് കാര്യം പറയാൻ ഏറ്റവും നല്ലത് തമാശയാണെന്നാണ്.